ഫുൾ ഓൺ തന്നെ കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല. നമുക്ക് ഒരു 19 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതും ലോ കിലോമീറ്റർ ഏറ്റവും ടോപ്പിന്റെ ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു അത് മോഡൽ കൂടിയ ഒരു പോളോ അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 30 രൂപ എടുക്കാം. 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി എടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡും ആണ്. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റൂല. വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് 15,000 കിലോമീറ്റർ ഓടിയിരുന്നു. 15,000 കിലോമീറ്റർ ഓടി. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, എയർ ബാഗ് അടക്കം വരുന്ന വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 19,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സെക്കൻഡ് ഓണർ. ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം. ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് പുതിയൊരു വാഹനം കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷങ്ങളുടെ വിലക്കുറവ് തന്നെ പറയാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? 2021 സിംഗിൾ ഓൺഷിപ്പ്, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അതുപോലെ കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അല്ലേ? സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, റിയറിൽ AC വെന്റ്, ഈ ഒരു സെഗ്മെന്റിൽ കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടിപൊളി വാഹനമാണ്. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? അപ്പൊ ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്, ചെറിയ കിലോമീറ്റർ, മോഡൽ കൂടിയതും ചെറുകാറുകൾ, നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നമുക്ക് മഴക്കാലം അതേപോലെ വലിയ പെരുന്നാളൊക്കെ വരാനായിട്ടുണ്ട്. സോ നമുക്ക് ചെറുകാറുകൾ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കാറുകൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാർ ആൻഡ് ബൈക്ക്, പ്ലാറ്റിനം ഡ്രൈവ്, കണ്ണൂർ തൊട്ടടുത്താണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള ഫലീലാണ്. അപ്പോൾ ഫലീല നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ തോട്ടട SM കോളേജിന് അടുത്താണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വാറണ്ടി തന്നെയാണ്. 2 വർഷം വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ വണ്ടി ക്വാളിറ്റിയുള്ള വണ്ടികൾ, ചെറിയ കിലോമീറ്റർ, ലോ കിലോമീറ്റർ ഓടിയ വണ്ടികൾ, സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ നമുക്ക് സാധാരണക്കാരന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കളക്ഷൻസ് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ബ്രാൻഡുകളും നമുക്ക് ഇവിടെ ഉണ്ട്. ഇയോൺ, ഓൾട്ടോ 800, ഓൾട്ടോ കേട്ടന്, അങ്ങനെ സാൻഡ്രോ ആവട്ടെ, സ്വിഫ്റ്റ് ആകട്ടെ, എല്ലാം ആഷ് ബാക്കുകൾ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് നല്ല ഫീച്ചർ ലോഡർ ആയിട്ടുള്ളതും അതേപോലെ തന്നെ സൺറൂഫ് അടക്കം വരുന്ന ഏറ്റവും ന്യൂ ഷേപ്പിൽ വരുന്ന ഒരു i20. ഇത് ഫുൾ ലോഡ് അല്ല വരുന്നത്, ഏറ്റവും ടോപ്പിന്റെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ സൺറൂഫ് അടക്കം വരുന്ന വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2023 വരുന്നത്. കിലോമീറ്റർ 36,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, അതും ചെറിയ കിലോമീറ്റർ, ഒരു 33,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് ഇതിന് വാറണ്ടി അവൈലബിൾ ആണോ? ഇന്ത്യയിലെ ഒക്കെ പക്ക ഹൈ ക്വാളിറ്റി ആണ്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ. അപ്പൊ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കീലെസ് എൻട്രി, ടച്ച് സ്ക്രീന്, ഓഡിയോ വീഡിയോ കൺട്രോൾസ്, എല്ലാം ചാർജിങ്, ഹാൻഡ് റെസ്റ്റ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ലോ കിലോമീറ്റർ ഓടിയ ഒരു വാഹനം. എത്ര ഫലത്തിൽ നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 8,400 കൊടുക്കാം. 8,400 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 19 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതും ലോ കിലോമീറ്റർ ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ്. ഇത് നമുക്കൊരു ന്യൂ മോഡൽ വാഗ്നർ. അപ്പൊ അതായത് KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. കോഫി ബ്രൗൺ ഫിനിഷിംഗ് ആണ്. എങ്ങനെ ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ. 2021 സിംഗിൾ ഓണർഷിപ്പ്. എല്ലാം നമുക്ക് ലോ കിലോമീറ്റർ അതേപോലെ ഓണർഷിപ്പ് ഒക്കെ വളരെ സിംഗിൾ ഓണർഷിപ്പ് തന്നെ വരുന്നത്. ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. കിലോമീറ്റർ 550 കൊടുക്കുക. 550 കൊടുക്കുക. 550 അല്ലേ? നമുക്ക് ഏകദേശം നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? അതെ, ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. അത് നമുക്ക് പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡും ആണ്. 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റൂല. അടുത്ത തവണ നമുക്ക് ടിയാഗോ ആണ്. നല്ല അടിപൊളി കളറാണ് വരുന്നത്. നമുക്ക് വാഷ് ചെയ്തിട്ടില്ല, അതിന്റെ ഒരു ഫിനിഷിംഗ് കമ്മിയേ ഉള്ളൂ. വണ്ടി ഡെലിവറി ടൈം മൊത്തം നീറ്റ് ആക്കല്. പക്ഷെ പക്ക നീറ്റാണ്. ഏറ്റവും ഫുൾ ലോഡ് ആണ് വണ്ടി വരുന്നത്. കമ്പനി ഫിറ്റിംഗ്സിൽ തന്നെ ഫുൾ ലോഡ് വരുന്നുണ്ട്. കമ്പനി അലോയ്സ് ഓട്ടോമാറ്റിക്കും ആണ് അല്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു കിടലം, അത് നമുക്ക് ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്നവർക്കും ബോഡി ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് എടുക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അതുപക്ഷെ നമുക്കൊരു മൈലേജും കിട്ടൂല. 16-17 മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ് ടിയാഗോ അല്ലെ? നമുക്ക് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് 15,000 കിലോമീറ്റർ ഓടിയിരുന്നു. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 630 കൊടുക്കാം. 630 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. ഓട്ടോമാറ്റിക് ആണ്, ലോ കിലോമീറ്റർ ആണ്. ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 19 രൂപ എടുക്കാം. 19 രൂപ സുഖമായിട്ട് ഇറക്കാം. ദെൻ വീണ്ടും നമുക്കൊരു ടിയാഗോ തന്നെയാണ് വരുന്നത്. KL22 കഴക്കൂട്ടൻ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഒരു കളർ ചേഞ്ച് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2021 മോഡൽ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത് നമ്മൾ? 530 കൊടുക്കാം. 530 അല്ലേ? മാനുവൽ ആണ്, അത് ഓട്ടോമാറ്റിക് ആണ്? മാനുവൽ ആണ്. സോ നമുക്ക് മാനുവൽ നോക്കുന്നവർക്ക് മാനുവലും ഉണ്ട്, ഓട്ടോമാറ്റിക് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഇന്റീരിയർ നോക്കുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ്, AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
മാരുതി സുസുക്കി ഇഗ്നിസ് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയൊന്നും ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡൽ സിഗ്മയാണ്. സിഗ്മ 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. മൈലേജ് നമുക്ക് ഇതിന് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഒരു 20 മേലൊക്കെ എന്തായാലും കിട്ടുന്ന വണ്ടി. എന്തായാലും 20 പ്രതീക്ഷിക്കാം അല്ലെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഓപ്ഷൻ ഏതായിരുന്നു? സിഗ്മ അല്ല. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടയേഴ്സ് ആണെങ്കിലും അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ടയറാണ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 540 കൊടുക്കാം. 540 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? അല്ല ട്രാക്ക് ആണെങ്കിൽ നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. ദെൻ ചെറിയൊരു പൈസക്ക് ഒരു സബോമീറ്റർ SUV നോക്കുന്നവർക്ക് ഒരു അടിപൊളി വാഹനമാണ് റെനോ കൈഗർ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഓടിന് വണ്ടി. 40,000 കിലോമീറ്റർ അല്ല, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല ക്ലെയിം. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 540 കൊടുക്കാം. 540. ചെറിയൊരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് നല്ലൊരു കിട്ടുന്ന സബോമീറ്റർ SUV അല്ലേ? ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാം. അത്യാവശ്യം സ്പേസസ് ആണ് എല്ലാം. നല്ല അത്യാവശ്യം നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളും. മൈലേജ് ആണെങ്കിൽ എത്ര മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കുക? മൈലേജ് നമുക്ക് 20-നുള്ളിൽ എന്തായാലും മൈലേജ് 20-ന്റെ ഉള്ളിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം അല്ല. ഇതൊരു ചെറുവാഹനമാണ്. ഉണ്ടായുടെ ഇയോൺ ആണ്, വൈറ്റ് ആണ്, KL14 കാസർഗോഡ് രജിസ്ട്രേഷന്. ഡിലൈറ്റ് പ്ലസ് ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നുണ്ട്. 2000 സിംഗിൾ ഓണർഷിപ്പ് അല്ല. മൈലേജ് ഒരു 17 കിട്ടുന്ന വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ അല്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഈ ഒരു വാഹനത്തിന് എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 180 കൊടുക്കാം. 180 അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 19 എടുക്കാം. 19 രൂപ സുഖമായിട്ട്. ദെൻ ചെറിയൊരു പൈസക്ക് നല്ല ഓട്ടോമാറ്റിക് വാഹനം റെനോ ക്ലൈംബർ ഇല്ല. കിഡിന്റെ ക്ലൈംബർ എന്ന എഡിഷൻ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല അടിപൊളി കളറ്. അതേപോലെ തന്നെ നമുക്ക് ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ തന്നെ ടോപ്പ് എൻഡ് വണ്ടി ഇല്ല. എത്ര മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. 2017 സിംഗിൾ ഓണർഷിപ്പിൽ ഓട്ടോമാറ്റിക് വേരിയന്റ്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ അല്ല. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല പൊളിയാണ്. റൂഫ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി വാഹനമാണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അടിപൊളി വാഹനം, നീറ്റ് ആൻഡ് ക്ലീൻ. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 365 365 10-40 രൂപ വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. ഗ്രാൻഡ് ആയിട്ട് നിയോസ് ഇല്ല. നല്ല അടിപൊളി ക്യൂട്ട് വെഹിക്കിൾ ആണ്. നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 മോഡൽ കോർപ്പറേറ്റ് എഡിഷൻ ആയിരുന്നു. ഏറ്റവും ടോപ്പ് എൻഡ് അല്ല, കോർപ്പറേറ്റ് എഡിഷൻ വേറെ തന്നെ ഇറങ്ങിയതാ. ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ്. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. നമുക്ക് നിലവിലൊന്നും ചെയ്യിക്കാനൊന്നുമില്ല അല്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. കിലോമീറ്റർ 70,000. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? 550 കൊടുക്കാം. 550 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 50 രൂപ വണ്ടി ഇറക്കാം. ദെൻ ലേഡീസിനൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നല്ല പവർഫുളും അത്യാവശ്യം നല്ല പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ചെറുവാഹനമാണ്. മാരുതി സുസുക്കി എക്സ്പ്രസോ. അതും ഗ്രാനൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 മോഡൽ 20 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 2019 20 രജിസ്ട്രേഷന്. പക്ഷെ മോഡൽ ഉണ്ട്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 50,000 കിലോമീറ്റർ ഓടിച്ചു. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇല്ല. എത്ര ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 525 425 കൊടുക്കാം. 425 കൊടുക്കാം അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 50 രൂപ വണ്ടി ഇറക്കാം. 50 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. അത്യാവശ്യം മൈലേജ് ഒരു 18-20 മൈലേജ് കിട്ടും. 20-ന് മുകളിൽ കിട്ടും മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. സോ നമുക്ക് നല്ല ട്രാക്കിന് 50 രൂപയ്ക്ക് വണ്ടി ഇറക്കാം അല്ല. ഇത് നമുക്ക് വീണ്ടും ഒരു സാധാരണക്കാരന് പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. BS6 വേരിയന്റിൽ KL39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ഓൾട്ടോ 800. അത് നമുക്ക് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, കൂടെ തന്നെ നമുക്ക് എയർ ബാഗ് അടക്കം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റ് നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി വാഹനമാണ്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. അതിനകത്ത് മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് 2022 മോഡൽ 15,000 കിലോമീറ്റർ ഓടിയിരുന്നു. 2020 വെറും 15,000 കിലോമീറ്റർ അല്ല. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 420 കൊടുക്കാം. 420 അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതും 19 രൂപ എടുക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ല.
ദെൻ വീണ്ടും നമുക്കൊരു വൈറ്റ് കിഡ് ആണ്. നേരത്തെ ഒരു ഓട്ടോമാറ്റിക് നമ്മൾ ക്ലൈംബർ പരിചയപ്പെട്ടിരുന്നു. ഇതൊരു വൈറ്റ് കിഡ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ. ഓക്കെ, കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ ആണ്. 440 കൊടുക്കാം നമുക്ക്. 440 നമുക്ക് ചെയ്യാൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ അടക്കം വരുന്ന വണ്ടി അല്ലേ? എത്ര ചോദിക്കും? 420 440. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 50 രൂപയിൽ വണ്ടി ഇറക്കാം. ഇതാ നമുക്കൊരു കിഡ്ലം വാഹനമാണ് വാഗണർ അല്ലേ? അത് അത്യാവശ്യം നമുക്ക് യാത്രാ കംഫർട്ടും കാര്യങ്ങളും നല്ല ഹെഡ് റൂം ലെഗ് റൂം ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി 2015 മോഡൽ. 2015 അതും സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 66,000 കിലോമീറ്റർ. അതും ഏറ്റവും ഫുൾ LXi ആണ് വരുന്നത്. AC പോസ്റ്ററിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, 313, നല്ല ഫാൻസി നമ്പർ, കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം മോണറ്റ് മാത്രം മാറിയിട്ടുണ്ട്. ബാക്കി മേജർ കാര്യങ്ങൾ കുറ്റി പ്രശ്നങ്ങള് നമുക്ക് ഒന്നും മാറിയിട്ടില്ല അല്ലെ? ഓൺഷിപ്പ് സിംഗിൾ അല്ലെ? എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? നമുക്ക് 320 കൊടുക്കാം. 320 നെഗോഷ്യബിൾ ആണ്. ഫ്ലോ ചെയ്യാൻ പറ്റുമോ? നോക്കാം, മാക്സിമം നോക്കി കൊടുക്കാം. വീണ്ടും നമുക്കൊരു ഓൾട്ടർനൂർ ആണ്. വൈറ്റ് തന്നെയാണ്. 21 BS6 വണ്ടി തന്നെയാണ്. AC പോസ്റ്ററിംഗ്, പവർ വിൻഡോസ്, എയർ ബാഗ് അടക്കം വരുന്ന വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 19,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ചോദിക്കും നമ്മളതിന്? 390 കൊടുക്കാം. 390. ഒരു 19 രൂപ വണ്ടി ഇറക്കാം. അടുത്ത നമുക്ക് ഫസ്റ്റിൽ നമ്മൾ പരിചയപ്പെട്ട i20യുടെ സെയിം ഓപ്ഷൻ തന്നെയാണ്. അതിന്റെ ഒരു ഓപ്ഷൻ കുറവില്ല. സ്പോർട്സ് ആണ് വരുന്നത്. ഇതിൽ സൺറൂഫിന്റെ ഒരു കുറവുണ്ട്. ബാക്കി അത്യാവശ്യം നമുക്ക് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലൊക്കെ നല്ല കിഡുമായിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് വരുന്നത് 2022 മോഡല്. 2022 മോഡല്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 20,000 കിലോമീറ്റർ ഓടിയ. 20,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ആണ്. ഓൺഷിപ്പ് സിംഗിളും അല്ല? സിംഗിൾ ഓൺഷിപ്പ്. പക്ക നീച്ചാണ്. നല്ല അടിപൊളി നമ്പറുകളെല്ലാം വരുന്നുണ്ട്. പെട്രോൾ വേരിയന്റ് ആണ്. പക്ഷെ നല്ല കംഫർട്ടും നല്ല സ്പേഷ്യസും അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം അല്ല? ഒരു 16-15 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഒരു ഡോർ മാത്രമേ ഉള്ളൂ. കമ്പനി തന്നെയാണ്. ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. എത്രയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 70 കൊടുക്കാം. 70 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകും. ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് പുതിയൊരു വാഹനം കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷങ്ങളുടെ വിലക്കുറവ് തന്നെ പറയാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് നമുക്ക് ഒരു കേട്ടണ് അത്യാവശ്യം നമുക്ക് നല്ല എൻക്വയറി കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു കിഡ്ലം ഫാമിലി കാറാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്, അതോ മാനുവൽ ആണ് വരുന്നത്? സ്പെഷ്യൽ എഡിഷൻ ആണ് അല്ലേ? MS ധോനി എഡിഷൻ. നമുക്ക് ആ ഒരു പിന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ഒക്കെ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. KL11 കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ്. വൈറ്റ് ആണ്. അത്യാവശ്യം നമുക്ക് മൈലേജ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 18 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഇല്ല, മോണറ്റ് മാത്രമേ ഉള്ളൂ. ബോണറ്റ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? മേജറായ മറ്റ് അബ്രോഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല അല്ല? ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? നമുക്ക് 290 കൊടുക്കാം. 290 ബെസ്റ്റ് പ്രൈസ് ആണ്. നമുക്ക് ഏകദേശം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? അടുത്ത ഒരു കിഡ്ലം സാൻഡ്രോ ആണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. KL65 തിരൂരങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഒക്കെ പക്ക നീറ്റ് ഇല്ല. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാ. 2021 സിംഗിൾ ഓൺഷിപ്പ്. AC പോസ്റ്ററിംഗ്, പവർ വിൻഡോസ്, അതുപോലെ കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇല്ല. സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, റിയർലി AC വെന്റ്, ഈ ഒരു സെഗ്മെന്റിൽ കൊടുക്കാൻ പറ്റുന്ന അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അടിപൊളി വാഹനമാണ്. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? ഒരു 10-15 പ്രതീക്ഷിക്കാം. പിന്നെ എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 410 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. 410 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 40 രൂപ എടുക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ? നേരത്തെ നമ്മളൊരു കൈകർ പരിചയപ്പെട്ട് വീണ്ടും വൈറ്റ് തന്നെയാണ്. കൊല്ലം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? മിഡിൽ ഓപ്ഷൻ ടർബോ ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ടർബോ. സോ ഒന്നുകൂടി പെർഫോമൻസ് ഉണ്ടാവും. 1 ലിറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വാഹനം ലോക്കാണ്. പക്ഷെ ഇന്റീരിയർ പക്ക നീറ്റ് ആണ് വരുന്നത്. അതായത് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നമുക്ക് ഏകദേശം എത്ര മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം? ഒരു 18 പ്രതീക്ഷിക്കാം. എന്തായാലും പ്രതീക്ഷിക്കാം. ടർബോ ആണ്. പെർഫോമൻസ് ഉണ്ടാവുന്ന ഒരു വാഹനമാണ്. എത്ര ചോദിക്കുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിന്? ഇത് നമുക്ക് 690 കൊടുക്കാം. 690 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 50 രൂപ വണ്ടിയിൽ വണ്ടി ഇറക്കാം അല്ലെ? ഇത് നമുക്കൊരു ഓട്ടോമാറ്റിക്. നേരത്തെ ഒരു സാൻഡ്രോ പരിചയപ്പെട്ടു. അത് നമുക്ക് മാനുവൽ ആയിരുന്നെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കിലാണ്. KL39 തൃപ്പൂണിത്തുറ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് വരുന്നത് സെക്കൻഡ് ഓണർ 20,000 കിലോമീറ്റർ ഓടിയല്ലോ. 20,000 കിലോമീറ്റർ അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ പക്ക നീറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്.
നമുക്ക് എത്രയായിരുന്നു ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 5-10 കൊടുക്കാം. 5-10 നമുക്ക് ഈ ഒരു വാഹനം ചെയ്യാൻ പറ്റൂല. ജാസ് അല്ലേ? ഇത് ഡീസലാണോ അതോ പെട്രോളാണോ വരുന്നത്? ജാസ് ഡീസലാണോ പെട്രോൾ? പെട്രോൾ അല്ലേ? നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 15-16 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 15-16 മൈലേജ് ഹോണ്ടയിൽ നോക്കൂലാരും, നല്ല വണ്ടിയായി. കാരണം നമുക്ക് നല്ല ബോഡി വെയിറ്റ് ഉണ്ടാവും. ആക്സിഡന്റ് ഒക്കെ വരും, നമുക്ക് അത്യാവശ്യം സേഫ്റ്റി ആണ്. കാരണം നമുക്ക് അത്രയും ലെങ്ത് ഫ്രണ്ടേജ് വരുന്നുണ്ട്. അതുപോലെ 4-star റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. പിന്നെ മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല അല്ലേ? ഇല്ല. എത്ര ചോദിക്കുന്നത് നമ്മള്? നമുക്ക് 4.95 കൊടുക്കും. 4.95 അല്ലേ? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 19 രൂപ എടുക്കാം. നല്ല സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. നിയോസ് ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2021 മോഡൽ നിയോസ്. 2021 മോഡൽ. നേരത്തെ നമുക്ക് ബ്ലൂ ഫിനിഷിംഗ് പരിചയപ്പെട്ടു, കോർപ്പറേറ്റ് എഡിഷൻ. ഇതേതായിരുന്നു ഓപ്ഷൻ? ഇത് ഇറായിരുന്നു. AC പോസ്റ്ററിംഗ് 4 പവർ വിൻഡോ അല്ല? ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? ഇത് നമുക്ക് 5.45 കൊടുക്കാം. 5.45 അല്ലേ? ഇത് നമുക്കൊരു ഡീസൽ വണ്ടിയാണ്. ഫോക്സ് വാഗന്റെ ആമിയോ ഫോളോയുടെ സെയിം എഞ്ചിന് കാര്യങ്ങൾ, ആ ഒരു പെർഫോമൻസ് കാര്യങ്ങൾ, അതിലുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനമാണ്. നല്ല അടിപൊളി കളറുമാണ്. ഇവിടെ തന്നെ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2017 മോഡൽ 78,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ്, ഡീസൽ വണ്ടിയാണ്. സോ നല്ല മൈലേജും പെർഫോമൻസും എല്ലാം കിട്ടുന്ന ഒരു വാഹനം. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനം? 4.95 കൊടുക്കാം. 4.95 അല്ലേ? പക്ഷെ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 19 രൂപ ഫുൾ ഓൺ തന്നെ കൊടുക്കാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് വീണ്ടും പോളോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2015 കംഫർട്ട് ലൈന്. ഡീസലാണോ പെട്രോളാണ്? പെട്രോളാണ്. സോ പെട്രോളാണ് ഒന്നുകൂടി ഡിമാൻഡ് ആളുകളെല്ലാം അന്വേഷിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് മെയിൻ്റെനൻസ് കുറവായിരിക്കും. സോ നല്ല പെർഫോമൻസ് കംഫർട്ടൊക്കെ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 90,000 കിലോമീറ്റർ അല്ലേ? ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ്. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? 3.90 കൊടുക്കാം. 3.90 ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു അത് മോഡൽ കൂടി ഒരു പോളോ അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 30 രൂപ എടുക്കാം. 30 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. അത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3.90 ആണ്. ചെറിയൊരു പ്രൈസ് നല്ലൊരു പോളോ അല്ലേ? അടുത്തതാണ് നമുക്കൊരു കിഡ്ലം സ്വിഫ്റ്റ് ആണ്. അത് നമുക്ക് നല്ല വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. കിലോമീറ്റർ 36,000 കിലോമീറ്റർ ഓടിയാണ്. ചെറിയ കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 5.70 കൊടുക്കാം. 5.70 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 14 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു മാരുതി സുസുക്കി സെലേറിയോ അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുള്ള ഒരു മോഡൽ അല്ലേ? റെഡ് ആണ് വരുന്നത്. ഒക്കെ നല്ല പൊളിയാണ്. ഇത് ലോക്കാണ് വാഹനം വരുന്നത്. ഇത് ഏറ്റവും ഫുൾ ലോഡ് ആണോ വരുന്നത്? ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നത്. 12 മാസം വണ്ടിയാണ്. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് മൈലേജ് തന്നെയാണ് അല്ലേ? കമ്പനി അത്യാവശ്യം നമുക്ക് 22-25 ഒക്കെ കമ്പനി പറയുന്നുണ്ട്. ഒരു 22 ഒക്കെ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു അടിപൊളി വാഹനം. സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓൺഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ആണ്. എത്ര ചോദിക്കും നമ്മൾ ഇതിന്? 5.40 കൊടുക്കാം. വെറും 5.40. ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റും? 40 രൂപ എടുക്കാം. വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു സെഡാനാണ്, മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ. ഇതിലൊക്കെ നല്ല പൊളിയാണ്. ബീച്ച് ഫിനിഷിംഗ് ആണ് വരുന്നത്. അതിനോട് മാച്ച് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എത്ര നമ്മൾ ചോദിക്കുന്ന ഈ വാഹനത്തിന്? ഇത് നമുക്ക് 6.30 കൊടുക്കാം. 6.30 അല്ലേ? അത് നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപ വണ്ടി ഇറക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനങ്ങളാണ്. കൂടെ തന്നെ നമുക്ക് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ ഓൾ ഇന്ത്യ റോഡ് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നല്ല ട്രാക്കിന് ഈ ഫുൾ ഓണിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയും കുറഞ്ഞ മെയിൻ്റെനൻസും അതേപോലെ കുറഞ്ഞ കിലോമീറ്ററും 1-2 ഓൺഷിപ്പ് ഒക്കെ ഉള്ള ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ പ്ലാറ്റിനം ഡ്രൈവ് കാറൻ ബൈക്ക് ആണ്. കാറൻ ബൈക്ക് തൊട്ടട പ്ലാറ്റിനം ഡ്രൈവ് കറക്റ്റ് ലൊക്കേഷൻ SN കോളേജിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു കാറൻ ബൈക്ക് സ്ഥിതി ചെയ്യുന്നത്. സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഫസിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ചെറിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളി വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂം കൂടിയാണ്. പുതിയൊരു വീഡിയോയുമായി വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഫസി സൈനിങ് ഓഫ്.